മന്ത്രിബന്ധുക്കൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം നൽകിയത് പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിയായിരുന്നപ്പോൾ മരുമകളെ പേഴ്സണൽ സ്റ്റാഫിലെടുത്തത് പാർട്ടിയുടെ അനുമതിയോടെയാണ് എന്ന പി.കെ. ശ്രീമതിയുടെ പ്രസ്താവന മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ബന്ധു നിയമനം വിജിലൻസ് അന്വേഷിക്കുമോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പിണറായിയുടെ അറിവോടെയാണ് മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചത് എന്ന പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് നിലപാടിന് മറുപടിയായാണ് നിയമനം താൻ അറിഞ്ഞല്ലെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം എന്നായിരുന്നു പാർട്ടി നിലപാട്. മരുമകൾക്ക് സ്ഥാനക്കയറ്റം നൽകിയ അനുചിത നടപടി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് റദ്ദാക്കി. പ്രൊമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട വിവാദം ഗൗരവമുള്ളതാണ്. അത് പാർട്ടി ചർച്ച ചെയ്യും. ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും. അന്വേഷണം വിജിലൻസിന് വിടുമോ എന്ന ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. പ്രതിച്ഛായ വിവാദം UDF ഉണ്ടാക്കുന്നതാണെന്നും പിണറായി പറഞ്ഞു. പാർട്ടിക്ക് അകത്തും പുറത്തും തിരിച്ചടി നേരിട്ടപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് പി.കെ. ശ്രീമതി നേരത്തെ പിൻവലിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. പാർട്ടി സെക്രട്ടറിയായിരിക്കെ പിണറായി വിജയന്റെ അറിവോടെയാണ് 10 കൊല്ലം മുൻപ് മരുമകളെ മന്ത്രിമന്ദിരത്തിൽ നിയമിച്ചതെന്ന് വ്യക്തമാക്കിയായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ പി.കെ. ശ്രീമതി MP ഫേസ്ബുക്കിൽ പ്രസ്താവന ഇറക്കിയത്. മരുമകൾ പെൻഷൻ വാങ്ങുന്നില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. വിവാദമായപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു പി.കെ. ശ്രീമതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മരുമകളുടെ നിയമനക്കാര്യത്തിൽ ഇത്രനാൾ മൗനം പാലിച്ചത് പാർട്ടിക്ക് പോറിലേൽക്കാതിരിക്കാനാണ്. മന്ത്രിമന്ദിരത്തിൽ ഇഷ്ടമുള്ള 3 പേരെ നിയമിക്കാമെന്നത് പാർട്ടി തീരുമാനമാണ്. സെക്രട്ടറിയുടെ അനുമതി വാങ്ങിയാണ് മകന്റെ ഭാര്യയെ നിയമിച്ചത്. അപ്ഗ്രേഡ് ചെയ്യാൻ എടുത്ത തീരുമാനവും സർക്കാരിൻ്റെതാണ്. തന്നെ മാത്രം ആക്രമിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി പി.കെ. ശ്രീമതി വിശദീകരിച്ചു. എന്നാൽ പാവപ്പെട്ട സഖാക്കളെ കാണാതെ നടത്തിയ ആശ്രിത നിയമനത്തിനെതിരെ ഫേസ്ബുക്കിൽ തന്നെ ശ്രീമതി ടീച്ചർക്കെതിരെ വിമർശനം ശക്തമായി. പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണെന്ന കുറ്റപ്പെടുത്തലും ചില പോസ്റ്റുകളിൽ വന്നു. പാർട്ടിക്ക് അകത്തും പുറത്തും വിമർശനം ശക്തമായപ്പോഴാണ് പി.കെ. ശ്രീമതി പോസ്റ്റ് പിൻവലിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ബന്ധുനിയമനത്തിൽ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി VS അച്യുതാനന്ദൻ. നിയമനങ്ങളെപ്പറ്റി ഗൗരവമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. നിയമനം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാക്കിയോ എന്ന ചോദ്യത്തിന് സംശയമില്ലെന്നായിരുന്നു VSന്റെ മറുപടി. ബന്ധുനിയമന വിവാദത്തിൽ EP ജയരാജനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് VS അച്യുതാനന്ദൻ നിലപാട് പരസ്യമാക്കിയത്. നിയമനങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട VS കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. അതേ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ബന്ധുനിയമനം സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയോ എന്ന ചോദ്യത്തിന് അല്പനേരം നീണ്ട മൗനത്തിനു ശേഷമായിരുന്നു VSന്റെ മറുപടി. ഈ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് അത് മോശമായോ? സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മോശമായിട്ടുണ്ടോ? സംശയമില്ല. ബന്ധുനിയമനത്തിൽ പ്രതിപക്ഷം വ്യവസായ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതിനു പിന്നാലെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ നടപടി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ സഹോദരിയുടെ മകനെ ഹൈക്കോടതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചതും വിവാദമാവുകയാണ്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെയാണ് സ്റ്റാൻഡിംഗ് കൗൺസിലായി T. നവീനിനെ നിയമിച്ചത്. എന്നാൽ ഹൈക്കോടതിയിൽ അഭിഭാഷകൻ എന്ന നിലയിൽ തനിക്ക് 14 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്ന് നവീൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ സഹോദരിയുടെ പുത്രൻ അഡ്വക്കേറ്റ് T. നവീനെ LDF സർക്കാർ വന്നയുടനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത്. ബിവറേജ് കോർപ്പറേഷന്റെ അഭിഭാഷകന്റെ ചുമതലയും സർക്കാർ നൽകിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതല ആരോഗ്യമന്ത്രി K. ശൈലജ ടീച്ചറിനാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നവീനെ മാതൃഭൂമി ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ തനിക്ക് ഹൈക്കോടതിയിൽ 14 വർഷത്തെ പരിചയമുണ്ടെന്നായിരുന്നു പ്രതികരണം. കൂടാതെ DYFI ഹൈക്കോടതി യൂണിറ്റ് ട്രഷററാണ്. അഭിഭാഷക സംഘടനയായ ഐലുവിന്റെ അംഗം കൂടിയാണ് താനെന്നും നവീൻ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്തേക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന് അപേക്ഷയും നൽകിയിരുന്നു. യോഗ്യതയുള്ള നിരവധി പേർ പുറത്തുള്ളപ്പോൾ നവീന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളും സംശയിക്കുന്നത്. അതേസമയം നവീൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ സഹോദരിയുടെ മകനാണെന്ന കാര്യം തനിക്കറിയില്ലെന്ന് ആരോഗ്യമന്ത്രിയും പ്രതികരിച്ചു. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. മന്ത്രി EP ജയരാജനെതിരെ മഞ്ഞക്കാർഡ് കാണിക്കാൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് മടിക്കുമോ?
ബന്ധു നിയമനത്തെ പ്രതിരോധിക്കാനുള്ള PK ശ്രീമതിയുടെ ശ്രമവും അതിനെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞതും CPM-ലെ പുതിയ സമവാക്യ ലക്ഷണമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാവ് M. ലിജു, രാഷ്ട്രീയ നിരീക്ഷകനും ആം ആദ്മി പാർട്ടി നേതാവുമായ CR നീലകണ്ഠൻ, BJP നേതാവ് VV രാജേഷ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുകയാണ്. ഒപ്പം അഡ്വക്കേറ്റ് CP ഉദയഭാനു, രാജു എബ്രഹാം MLA, A. വിജയരാഘവൻ എന്നിവർ ടെലിഫോൺ ലൈനിലും.